ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഇന്നൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എഗ് മയോ സാൻഡ്വിച്ച്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 2 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതുപയോഗിച്ച് 2 സെറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഈ മുട്ട നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കത്തി വെച്ച് ചെറുതായി കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതിനു മുമ്പ് ഞാനൊരു വെജ് മയോ സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ കാർഡിലും കൊടുത്തേക്കാം. എല്ലാവരും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. ഇനി ഈ ഉടച്ച മുട്ടയിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ആർക്കെങ്കിലും മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. ഉടൻ തന്നെ ഇടാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വിനാഗിരി ഇവ ചേർത്ത് ഇളക്കിയെടുക്കാം. അടുത്തതായി സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം. അതിനായി ഞാനിവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡുകളൊക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്ലൈസ് കുക്കുംബർ, 2 സ്ലൈസ് ഓണിയൻ, 2 സ്ലൈസ് ടൊമാറ്റോ, 1 സ്ലൈസ് capsicum കൂടി അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന എഗ് മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്ലൈസ് ചീസും കൂടി വെക്കാം കേട്ടോ. ഇനി ഈ ബ്രെഡ് പീസും കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ എഗ് മയോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമല്ലേ. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.